എൻ്റെ പൊന്നു മത്തായി മത്തി അവിടെ എത്തും. ഒന്നും മിണ്ടായില്ലേ നീ? ചുമ്മാ ഒരു ക്ലാസ്സിൽ വന്നിട്ട് അവൻ്റെ മത്തി കച്ചവടം കൊണ്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, ഹാർബറിൽ നിന്ന് കുറച്ച് അയില എടുത്ത് അങ്ങോട്ട് കയറ്റി വിട്. പിന്നെ ഫീസ് എത്ര അടച്ചത്? പന്നച്ചാള ഇവൻ്റെ, എൻ്റെ നാട്ടുകാരനെ ഇവൻ. ഇവൻ ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ നാറ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമല്ലോ? JB മൈഗ്രേഷൻ കണ്ടക്ട് ചെയ്യുന്ന 1 ഡേ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്കാണ്. നമ്മളിപ്പോ അടച്ച ഫീസിലെ 10,000 രൂപ അത് നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണോ? നോ, ഹൗ ഇറ്റ്സ് പോസിബിൾ? നിന്റെ അച്ഛനാണ് കൊച്ചി ഇവിടെ ക്ലാസ് നടത്തുന്ന പൈസ തിരിച്ചു തരാൻ. എക്സ്ക്യൂസ് മീ, എൻ്റെ ക്ലാസ്സിൽ നോൺസെൻസ് സംസാരിക്കാൻ പാടില്ല. നോൺസെൻസ് ആ കേട്ടോ. So we are here to learn the beautiful language in the world, English. English is a universally accepted language which we use for professionalism. You got me, guys? You guys are preparing to fly to Canada, right? Right? Am I right? You got me well, guys? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? മനസ്സിലായില്ല. നാളെ നിങ്ങൾ കാനഡയിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതുപോലെ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ കാനഡയിൽ പോയിട്ട് കാര്യമുള്ളൂ. യു ഗോട്ട് മീ ഗൈസ്? ഓ നോ, അതല്ല ഗൈസ്, നിങ്ങൾക്ക് എന്നെ കിട്ടിയോന്ന്? ഇല്ല, ഇങ്ങ് തായോ. ഓ മാൻ, അതല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോന്ന്? ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആദ്യം നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഗ്രൂപ്പ് വിസയിൽ കാനഡയിലേക്ക് പോകുന്നവരാണ്. നിങ്ങൾ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണ്ടേ? നിങ്ങൾ പരിചയപ്പെട്ടായിരുന്നോ? ഇല്ല. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ഹലോ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാനാ. ഐ മീൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, ഐ മീൻ മണിയൻ. ഞാൻ ഇവിടെ ചിലക്കുഴി. മലയാളത്തിൽ പറഞ്ഞാൽ മതി. എൻ്റെ പേര് മണിയൻ. ഞാൻ കണ്ടക്ടർ കം ഡ്രൈവർ. ആ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വന്നയാ, നിങ്ങളെ പോലെ തന്നെ സാറേ. ഓക്കെ, നെക്സ്റ്റ്. ഐ ആം സുമി. ട്യൂഷൻ ടീച്ചർ. ഞാൻ സുമി, ഞാനിവിടെ ട്യൂഷൻ ടീച്ചറാണ്. കൊച്ചു കുട്ടികളെയൊക്കെ ട്യൂഷൻ എടുക്കുന്ന ട്യൂഷൻ ടീച്ചറാണ്. അപ്പോൾ കാനഡയിൽ പോയി ഒന്ന് കരിയർ മെച്ചപ്പെടുത്തണം. അല്ല, എൻ്റെ കരിയർ. ഇവിടുത്തെ കുട്ടികൾക്ക് അധികം അറിവില്ല. അപ്പൊ എനിക്ക് അറിവുള്ള കുട്ടികളെ പഠിപ്പിച്ചാൽ കുറച്ചുകൂടി അറിവുകൾ കിട്ടുമല്ലോ. അപ്പൊ അവര് പറഞ്ഞു തരും. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കാനഡയിൽ പോകുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. നെക്സ്റ്റ്. നമസ്കാരം, എൻ്റെ പേര് ഷെയ്ഖ് ദീപു. ഷെയ്ഖ് അറബിയാണോ? അല്ല, അറബിയല്ല, കോഴിക്കോട്. പിന്നെന്താ ഈ ഷെയ്ഖ്? ഈ കുലുക്കി സർവത്തില്ലേ, കുലുക്കി സർവത്ത് അടിക്കുന്ന പരിപാടിയാണ് എനിക്ക്. ഓ ഓക്കെ, അങ്ങനെ ഷെയ്ഖ്. ഓക്കെ. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാനഡയിലൊക്കെ ആൾക്കാർക്ക് മലയാളം ചെല്ലുമ്പോൾ അവർക്ക് തട്ടുകടയുണ്ട്, മറ്റു ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം അവിടെ കുലുക്കിക്കടയില്ല. ഗുഡ് കൺസെപ്റ്റ്. താങ്ക് യു. അപ്പൊ നല്ലൊരു കോഴിക്കോടൻ കുലുക്കി സർവത്തുകൾ അവിടെ ഇടണം. ഓ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ബട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഓ എന്നൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതൊരു ബിസിനസ് തന്ത്രമാക്കണം. പിന്നെ അത് മാത്രമല്ല, അവിടെ ആകുമ്പോൾ മഞ്ഞ ഉണ്ടായത് ഐസിന് ഒരു ക്ഷാമം വരത്തില്ല. അപ്പൊ തണുപ്പടിച്ചും കയറ്റി കൊടുക്കാം, ഐസിന്റെ പൈസ ലാഭിക്കാം. ഓ നൈസ്. ഐ തിങ്ക് യു വിൽ ബി എ ഗ്രേറ്റ് സക്സസ്ഫുൾ ബിസിനസ് മാൻ. ഓക്കെ, ഗുഡ് ലക്ക്. നെക്സ്റ്റ്. തൊപ്പി വെച്ചിരിക്കുന്ന സാർ? ഞാൻ മീൻ മാത്തച്ചൻ. എന്താ? മീൻ മാത്തച്ചൻ. ഓക്കെ, എനിക്ക് ഈ മീനിന്റെ ബിസിനസ്സാണ്. ഹാർബറിൽ നിന്ന് മീൻ എടുത്തിട്ട് വിൽക്കുക. ഓ, കൊല്ലം നീണ്ടകരയാണ് എൻ്റെ സ്വദേശം. അപ്പം നമ്മുടെ നാട്ടിലിങ്ങനെ ചെറിയ നമ്മുടെ ടെൻ്റൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ വന്ന് മത്തി വരാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ പരിപാടി. ഓക്കെ, എന്താണ് കാനഡയിലേക്ക്, അതായത് എന്താണ് അംബീഷൻ? നമ്പീഷൻ എൻ്റെ പാർട്ട്ണറായിരുന്നു. ഇപ്പം അവനോട് കൂടെ ഒത്തു പോകുന്നില്ല, കാരണം അവൻ എൻ്റെ കുറെ തെരണ്ടി അടിച്ചോണ്ട് പോയി. അയ്യോ, നമ്പീഷൻ അല്ല, അംബീഷൻ. എന്താണ് താങ്കൾ അവിടെ ചെന്നിട്ടുള്ള താങ്കളുടെ ആ ആഗ്രഹം, സ്വപ്നം? ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കൊല്ലത്ത് ഇപ്പം അത്യാവശ്യം ഇഷ്ടംപോലെ ഈ ഹബ്ബുകൾ വന്നിട്ടുണ്ട്, ഫിഷ് ഹബ്ബുകൾ. അപ്പോൾ ഇവിടുന്ന് മീനുമായിട്ട് നേരെ കാനഡയിൽ ചെന്ന് അവിടെ ഈ ബസ്സൊക്കെ നിൽക്കുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ളത്, അവിടെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം.
സാറേ ഇവൻ്റെ ഇരിക്കുന്ന അളിഞ്ഞ മീനാ സാറേ. നിന്നെ ഇരിക്കുന്ന എൻ്റെ ഊത്ത ബസ്സും കൊണ്ട് നീ അവിടെ എല്ലാം നാറ്റിക്കല്ലോ നീ. സാറേ എൻ്റെ നാട്ടുകാരൻ ഇവനെ മീൻ വിൽപ്പനയൊക്കെ നാട്ടിൽ സർവ്വസാധാരണ പാട്ട് അളിഞ്ഞ മീൻ അവൻ കൊടുക്കും, കണ്ണളിഞ്ഞ മത്തിയൊക്കെ അവൻ കൊടുക്കുന്നത്. ആരും വെള്ളം കണ്ണളിച്ച് മതി. നിന്റെ വീട്ടിൽ കൊണ്ടുവന്നുണ്ടോ? നിന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം നിന്റെ അച്ഛൻ വന്നിട്ട് പൈസ പോലും തരാൻ നീ മേടിച്ചിട്ട് പോകുന്നത്. നീ പോടാ പന്നപ്പട്ടി. നീ പോടാ പറ്റി. Excuse me. This is a classroom, not a crash room. Okay? എന്നോട് പറ. നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരാണോ? എൻ്റെ നാട്ടുകാരനാ സാറേ ഇവൻ. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഞാൻ എന്ത് പോകുന്നു നോക്കി നടക്കുവോ എൻ്റെ ജോലി അതാ. ഞാൻ ഇവിടെ പോകുന്നത് നോക്കി നടക്കുന്നതാണ് ഇവൻ. Could you stop please? എന്തോ മിസ്റ്റർ മണിയൻ ഡ്രൈവറായിട്ടല്ലേ പോകാൻ ആഗ്രഹിക്കുന്നത്? അതെ സാർ. ആക്ച്വലി ഡ്രൈവർ എന്ന് പറയുമ്പോൾ ആസ് വാട്ട് ഡ്രൈവർ? ആസ് ഡ്രൈവറോ? ആസ് വാട്ട് ഡ്രൈവർ? ഐ മീൻ എന്തിന്റെ ഡ്രൈവറായിട്ടാ? ബസ് ഡ്രൈവർ. ഓ ബസ് ഡ്രൈവർ. ഓക്കെ ഓക്കെ. സർ ആക്ച്വലി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കാനഡയിൽ നമ്മുടെ നാട്ടിലെ കൂടെ ഒരു ബസ് സർവീസ് തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ച് അങ്ങോട്ട് പോകുന്നത്. കാനഡയിൽ നമ്മുടെ നാട്ടിലെ കൂടി സർവീസ്? ഹൗ ഇറ്റ്സ് പോസിബിൾ? ടൊറന്റോ ടൊറന്റോ ഒട്ടാവോ ഒട്ടാരിയോ നൈജീരിയ വെള്ളച്ചാട്ടം. ടൊറന്റോ ടൊറന്റോ ഒട്ടാരിയോ ഒട്ടാവോ വഴിയോ നൈജീരിയ വെള്ളച്ചാട്ടമേ. ടൊറന്റോ ടൊറന്റോ ഒട്ടാവോ ഒട്ടാരിയോ നൈജീരിയ വെള്ളച്ചാട്ടമേ. ഒരു മിനിറ്റ്. ടൊറന്റോ ഒണ്ടാരിയോ ഒട്ടാവോ ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ഈ നൈജീരിയ എന്താണ്? നൈജീരിയ വെള്ളച്ചാട്ടമേ. ടൊറന്റോ ടൊറന്റോ ഒട്ടാവോ. നൈജീരിയ വെള്ളച്ചാട്ടം അല്ല, നയാഗ്ര വെള്ളച്ചാട്ടം. ടൊറന്റോ ടൊറന്റോ ഒട്ടാവോ ഒട്ടാരിയോ നയാഗ്ര വെള്ളച്ചാട്ടമേ. എക്സ്ക്യൂസ് മീ, നിർത്ത്. പറ. സാർ എൻ്റെ പേര് മിച്ചി മിശ്ര. ഓ വാട്ട് വെറൈറ്റി നെയിം ആണല്ലോ. എന്താ അങ്ങനെ ഒരു പേര്? അത് അച്ഛനൊരു വെറൈറ്റി കിട്ടാൻ എൻ്റെ കടയുടെ പേര് ഇതിന് വെറൈറ്റിയാണ്, മിശ്ര മിച്ചി. എന്താ കട? ബേക്കറിയാണ്. ഈ പൂ കേക്ക്, പാൽ കേക്ക്, പിന്നെ ബട്ടർ കേക്ക്, ജിലേബി, ഹലുവ, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് എല്ലാ ബേക്കറിയിലുള്ളതല്ലേ? പിന്നെ ബേക്കറിയിൽ പിന്നെ നമുക്ക് സിമെന്റ് വെച്ച് ചാപ്പ് വെച്ച് വിൽക്കാൻ പറ്റില്ല സാർ. ഓക്കെ. ഓക്കെ പറഞ്ഞതായിരുന്നല്ലോ മീൻ കച്ചവടം അല്ലേ? അതെ. ഫൈൻ. ഐ തിങ്ക് ഫിഷ് ബിസിനസ് ഈസ് ബെറ്റർ ദെയർ. സാറേ ഫിഷ് ബിസിനസ് ഓക്കെയാ, പക്ഷേ കണ്ണളിഞ്ഞ് മത്തി കൊടുക്കുന്ന ഇവൻ എന്തോ ബിസിനസ്? കണ്ണളിച്ച് മത്തി കൊടുത്ത് നിന്റെ അമ്മാവ പോടാ അങ്ങനത്തെ മോനെ. നീ ഇവിടെ അങ്ങനത്തെ മോനെ. അയ്യന മനമേ വേണ്ട. അവിടെ മോനെ തെരണ്ടി വാലിൽ അടിക്കുന്നില്ല ഞാൻ. എക്സ്ക്യൂസ് മീ. എന്നാ I already told you once this is a classroom. Okay? Discipline. സാറേ നാട്ടിലെ ശത്രുത വെച്ച് ഇവൻ വെറുതെ എൻ്റെ അടുത്ത് കൊമ്പ് കോർക്കാൻ വരും. അയ്യേ ഈ കഴുതിയാടോ. ഓക്കെ ശരി. നിങ്ങൾ മത്സരിക്കേ, നിങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കേ, പക്ഷേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ വഴക്ക് കൂടി, ഇംഗ്ലീഷിൽ വഴക്ക് കൂടി. നിങ്ങൾ ഇനി ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടവരല്ലേ? ഇംഗ്ലീഷിൽ വഴക്ക് കൂടും. എന്താ പറഞ്ഞത്? കൊമ്പ് കൂടുതലാണോ? ഇവന് കുറച്ച് കൊമ്പ് കൂടുതലാണ്. ഓ ഓക്കെ, ഇവന് കുറച്ച് കൊമ്പ് കൂടുതലാ. ശരി, അത് ഇംഗ്ലീഷിൽ പറ. കമോൺ, ഇംഗ്ലീഷിൽ പറ. അവന് കുറച്ച് കൊമ്പ് കൂടുതലാ പറ. നാളെ നിങ്ങൾ കാനഡ ചെന്ന് ആരോടും വഴക്കുണ്ടാക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പോഴും പറയണ്ടേ, പോലീസ് ഇടപെടുമ്പോൾ പറയണ്ടേ, സാർ ഇവന് കൊമ്പ് കൂടുതലാണ്, സാർ ഇവന് കൊമ്പ് കൂടുതലാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കമോൺ. ഹി കൊമ്പ് ബിഗ്. കമോൺ, യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇൻ LKG ക്ലാസ്. സാറേ അറിയത്തില്ല, അത് പാച്ചാനല്ലേ ഇങ്ങോട്ട് വന്നേ. ഓക്കെ ടീച്ചർ യു നോ. ഓക്കെ ലിസൺ, ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവൻ ഇച്ചിരി കൊമ്പ് കൂടുതലാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓക്കെ യു കണ്ടിന്യൂ. He is very horny. What? He is very horny. Who? He. He. Horny? Yes. Horn കൊമ്പ് കൂടുതൽ. Horny. Very horny. Very കൂടുതൽ. Stop it please. Oh my god. ഇങ്ങനെയാണോ കുട്ടികൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ആദ്യം ഒരു 10-20 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 പേരേ ഉള്ളൂ. 2 പേര് ഇപ്പോഴും ഉണ്ടല്ലേ? എന്റെ മക്കളാ. അതുകൊണ്ട് ഓക്കെ അത് മായച്ചു കളഞ്ഞേക്ക്. നമുക്കത് വേണ്ട. നിങ്ങൾ ആരോടും ഇന്നു മുതൽ കൊമ്പ് കോർക്കുന്നില്ല. ഓക്കെ? നോ ഹോണി. ഓ നോ, അത് വിട്. അതിനെപ്പറ്റി ഇനി ആരും ഇവിടെ സംസാരിക്കരുത്. ഓക്കെ? യെസ് ഹോണി ഗോയിങ്. അണ്ടർസ്റ്റുഡ്? Yes sir. ഓക്കെ, ക്ലാസ്സിലേക്ക് വളരെ ഡീപ്പായി കിടക്കുന്നതിന് മുമ്പേ വൺ മോർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പേ പുറത്തു പോയി വർക്ക് ചെയ്തിട്ടുണ്ടോ? സാറേ വീടിന് പുറത്താണോ? വീടിന് പുറത്തു പോകാതെ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പുറത്തു പോയിട്ടുണ്ട് മണിയൻ? യെസ്, ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു സാർ നേരത്തെ ജോലി ചെയ്തിരുന്നത്. ഓക്കെ, എത്ര ദിവസം അവിടെ വർക്ക് ചെയ്തു? 2 days. 2 days? 2 days കൊണ്ട് 2 days കൊണ്ട് ജോലി പോയി. വൈ? അതെ സാർ, അതായത് ഞാനൊരു നേപ്പാളിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നാട്ടിലൊരു ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ജീപ്പിനൊരു എയർ ഹോൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ എയർ ഹോൺ കൊണ്ടാണ് ഈ കമ്പനി ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ബസ് ഡ്രൈവറായിട്ടായിരുന്നു, അവിടെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു. നേരെ എൻ്റെ എയർ ഹോൺ എടുത്ത് ബസ്സിനകത്ത് ഫിറ്റ് ചെയ്ത് ഞങ്ങൾ നേപ്പാളിലെ സിറ്റി കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബൈക്കുകാരനുണ്ടായിരുന്നു. ഒരു ബമ്പ് ചാടിയ സമയത്ത് അവനൊരു സഡൻ ബ്രേക്ക് ഇട്ടു, ഞാനൊരു സഡൻ ബ്രേക്ക് ഇട്ടു, ഒരു ഓൺ അടിച്ചു.
ഞാൻ ഓൺ അടിച്ചതും ഇവൻ തിരിഞ്ഞു നോക്കി വായും കൊണ്ട് 4 വർത്താനം എന്നെ. എനിക്കങ്ങോട്ട് പിടിച്ചില്ല സാറേ, 3-4 ഓണ് ഞാൻ അങ്ങ് അടിച്ചു. എടോ താൻ ഹോൺ അടിച്ചതല്ലേ ഉള്ളൂ, അതിന് നല്ല ജോലി എങ്ങനെയാ പോയത്? സാറേ, നേപ്പാൾ കാഠ്മണ്ഡുവിൽ ഹോൺ നിരോധിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ഹെയർ ഹോൺ അടിച്ചു കയറ്റിയത്. ടീച്ചർ, ആസ് എ ടീച്ചർ എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? ഇവരിങ്ങനെ കിടന്ന് ഈ ക്ലാസ് റൂമിൽ പോലും ഇവരിങ്ങനെ കാണിക്കുന്നതിന്? വൈസ് മാൻ ഡോണ്ട് നീഡ് അഡ്വൈസ്. എക്സാക്ട്ലി. എന്ന് വെച്ചാൽ എന്തോ സാറേ? എന്ന് വെച്ചാ വയസ്സായവർക്ക് അഡ്വൈസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അവരിങ്ങനെ ചറ പറ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന്. നമ്മുടെ വായിലെ വെള്ളം പറ്റത്തേ ഉള്ളെന്ന്. എന്ത് ഞാനിവിടെ 10,000 രൂപ കൊടുത്തിട്ട് പഠിക്കാതിരിക്കുന്നത്? എനിക്ക് ഐ ലിസൺ വേണ്ട, എനിക്ക് ശ്രദ്ധിക്കണം ക്ലാസ്സിൽ. ടീച്ചർ ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞു. വയസ്സായവർക്ക് അഡ്വൈസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അവർ ഉള്ളിലോട്ട് കാര്യം തെറ്റി നിൽക്കുമല്ലോ. അഡ്വൈസ് കൊടുത്ത് എന്തായാലും മേളിലോട്ടങ്ങ് പോകത്തില്ലയോ? അതായിരുന്നു പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അതെന്തോ? ഓക്കെ, ആക്ച്വലി ഇവരെക്കാളും കുറച്ച് കൂടുതലായിട്ട് ടീച്ചർ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം കേട്ടോ. സാറിനെ തിരുത്താനാണോ? ആവശ്യം വരും, ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് നേരമായിട്ട് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കുകയാണ്. ഇനി മറ്റ് കാര്യങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിലേക്ക് കിടക്കുകയാണ്. ആസ് ഐ ടോൾഡ് ഏർലിയർ, ഇംഗ്ലീഷ് ഈസ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ഒരു പാട്ട് പോലെ മനോഹരമാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ്. ഓക്കെ, പാട്ട് പോലെ മനോഹരം എന്ന് പറഞ്ഞപ്പോഴാണ്. ആക്ച്വലി നിങ്ങൾ പാട്ട് ഒക്കെ കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കേൾക്കാറുള്ളതല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ പുതിയ പുതിയ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാനും പറ്റും. ഇംഗ്ലീഷ് മൂവി കാണുമ്പോഴും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരാണോ? നൈറ്റ് ടൈം. അത് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മൂവീസ് വിട്ടേക്ക്. പാട്ടുകൾ, ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുന്നവരാ? താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സോങ് പാടിക്കേ. യെസ്. I'm a body girl in the body world. I'm in plastic, just fantastic. You can brush my hair, I'll just be in the air. Imagination, just this inspiration. I'm go body, let's go body. Yeah. I'm go body, let's go body. ഈ പാട്ടിൽ നിന്ന് നിനക്ക് ഏത് ഇംഗ്ലീഷ് വാക്കാണ് കിട്ടിയത്? ബാഡീസ്. എന്താ കേട്ടില്ലേ? അമ്പം ബാഡീസ്. അമ്പമ്പോ എന്തൊരു ബാഡീസ്. കവി എഴുതിയത് അങ്ങനെയാണ്. കടപ്പുറത്ത് നിരത്തിയിട്ടേക്കാം. അമ്പം ബാഡീസ്. ഇഷ്ടംപോലെ ബാഡീസ് ഉണ്ട്. അമ്പം ബാഡീസ്. അത് കഴിഞ്ഞിട്ട് സംഭവം മറ്റേ പറയാ Ambam body, penny body. അടുത്ത് Ambam body, just a body. അമ്പം ബാഡി ലെറ്റ്സ് ഗോ ബാഡി. ആ പെൺകുട്ടി വരികയാണ്, കമ്പം തേടി വഴി വരികയാണ്. ആ വരുമ്പം കാണുന്ന ഒരു കമ്പനിയാണ് ലെറ്റ്സ് ഗോ ബാഡി. ലെറ്റ്സ് ഗോ ബാഡി എന്ന് പറയുന്നത് ബാഡി ആ കുട്ടി കാണുകയാണ്. അത് കണ്ടിട്ട് പറയണം അമ്പം പോ എന്തൊരു ബാഡി. അതാണ് എന്തൊരു ബാഡി. സോ ഇത്രയും വലിയൊരു ലെജൻഡറി സോങ് ഒരു ബാഡീസ് കമ്പനിയുടെ സോങ് ആക്കി നിങ്ങൾ മാറ്റി. തീർച്ചയായിട്ടും. ലിസൺ, സോങ്സിൽ കൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. ഓക്കെ, ലിസൺ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒരു സോങ് പോലെ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇംഗ്ലീഷിൽ ഓരോ വേർഡ്സിനും അതിൻ്റേതായിട്ടുള്ള ടോൺസ് ഉണ്ട്. ടോണിങ്, അതായത് നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിനൊരു അഴകുണ്ട്, അതിൽ ഒരു ശൈലിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വാക്ക് പറയുകയാണെങ്കിൽ മനോഹരമായ ഒരു കാര്യം നിങ്ങൾ കണ്ടു, നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? അമ്പാടി ഐറ്റം. അടിപൊളി. നല്ല മജ. ഇംഗ്ലീഷിൽ അതെങ്ങനെ പറയും? സൂപ്പർ 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 നൈസ്. ആരെങ്കിലും ഒരാൾ വാവ് എന്ന് പറയാവോ? അപ്പോൾ നമ്മൾ എന്തു പറയും? വാവ് എന്ന് പറയും അല്ലേ? ഓക്കെ, നമ്മൾ നോർമലി എങ്ങനെ ആയിരിക്കും പറയുന്നത്? വാവ് എന്ന് പറയും. പക്ഷേ നിങ്ങൾ ഇനി കാനഡയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് കൊടുമുടിയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോർമലിൽ ഒരു മലയാളി പറയുന്നത് പോലെ വാവ് എന്ന് പറയരുത്. നമ്മൾ അത് ഇച്ചിരി ജാട കയറ്റി, ഇച്ചിരി സ്റ്റൈൽ കയറ്റി വാവ് എന്ന് പറയണം. എങ്ങനെ? അതായത് നമ്മുടെ തൊണ്ടയെന്ന് പറയണം. കുറച്ചൊരു സ്റ്റൈലിൽ
നിങ്ങൾ അമേസിംഗ് എന്നോ സൂപ്പർ എന്നോ അവിടെ പോകുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ? ആ സൂപ്പർ ഇച്ചിരി സ്റ്റൈലായിട്ട് സൂപ്പർ. ആർ ഈസ് ആക്ച്വലി സൈലന്റ്. സൂപ്പർ. സൂപ്പർ. മതി. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. അല്ല സാറേ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, യു ക്യാൻ. അല്ല, ഇവിടെ എന്താ ഞങ്ങൾ ഈ പാവപ്പെട്ട ആൾക്കാരാണല്ലോ, ഒരു താഴെക്കടയിൽ വന്ന ആൾക്കാരാണല്ലോ മൊത്തം. ഇവിടെ എന്താ റിച്ച് ആൾക്കാരൊന്നും വരാത്തേ? ഓക്കെ, പാവപ്പെട്ടവരാണല്ലോ ഒറ്റയ്ക്കാണിപ്പം. ആക്ച്വലി പാവപ്പെട്ടവർക്കാണല്ലോ പണമില്ലാത്തത്. പാവപ്പെട്ടവരാണല്ലോ രക്ഷപ്പെടേണ്ടത്. പണക്കാർക്ക് പണമുണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെ രക്ഷപ്പെടുത്തണം? ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ആ ഒരു സ്പിരിറ്റിലേക്ക് എത്തിയത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, ലിസൺ ഹിയർ. നെക്സ്റ്റ് വി മൂവിങ് ടു മോഡുലേഷൻ. എന്താണ് മോഡുലേഷൻ എന്നറിയാമോ? ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു മോഡുലേഷൻ ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ മോഡുലേഷൻ. ആർക്കെങ്കിലും അറിയാമോ ടീച്ചർ? അങ്ങനത്തെ ആണോ? സോറി, അതല്ല, പുള്ളിക്കറിയാം. പറ. ആക്ച്വലി നിങ്ങൾ എന്താ ഈ മോഡുലേഷൻ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നേ? സാർ മീനിനാണെങ്കിൽ എന്നോട് ചോദിക്കും, വേട്ടാളികളോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. Come on guys. അതവരോട് ചോദിക്കും. അല്ല സാറേ, ഇതേ സാഹചര്യങ്ങളിലെ ചിലര് ഷിറ്റ്, ബുൾഷിറ്റ് അങ്ങനെയൊക്കെ പറയാനുണ്ട്. അതെന്തോ സാറേ? അത് ചാണകം അഥവാ എരുമച്ചാണകം. അപ്പൊ ഈ ഹോളി ഷിറ്റോ? ദിവ്യാപ്പി. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇംഗ്ലീഷിൽ നിന്ന് മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം വേണം. എന്താണെന്നറിയാമോ? ആ ഭാഷ അറിഞ്ഞിരിക്കണം. ആ ഭാഷ അറിഞ്ഞിരിക്കണം, പക്ഷെ അതിലുപരി സംസാരിക്കാൻ അറിയണം. സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം, പക്ഷെ അതിലുപരി എഴുതാൻ അറിയണം. യെസ്, എഴുതാൻ അറിയണം. സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഇനി മിസ്റ്റേക്ക് വരുത്തില്ലല്ലോ? ഓക്കെ സാർ, കുറച്ച് എന്തെങ്കിലും പാടുള്ളത് വരും. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ഉള്ള കാര്യങ്ങളല്ലേ? നീ അങ്ങ് ഉണ്ടാക്കി ഒന്ന് പടാ. പാടുള്ളത് വേണം, അത്രയല്ലേ ഉള്ളൂ. ബാ, ആരാ? കം ഫോർവേഡ്. ആരാ? ബാ, ഫ്രണ്ടിലോട്ട് വാ, എഴുതാം. ബാ, അടുത്തത് എന്തായാലും പേരെന്തായിരുന്നു? മീൻ മാത്തച്ഛൻ. മാത്തച്ഛൻ. മാത്തച്ഛൻ എഴുതാൻ പോവാണേ. മാത്തച്ഛന് ടഫായിട്ടുള്ള വേർഡ് വേണേ. അപ്പം കോണ്ടംപററി. ആരാ? കോണ്ടംപററി എഴുതിയാട്ടെ. കോണ്ടംപററി ഓക്കെ അല്ലേ? ആ ഓക്കെ, പോയിരുന്നാട്ടെ, നമുക്കിനി നോക്കാതെ. പോയിരുന്നാട്ടെ. എന്താ സാറേ കണ്ണിക്കൊത്തൊന്നുമില്ലേ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എഴുതിയേക്കുന്ന കറക്റ്റ് ആണോ നോക്കാം. വൺ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കത് അറിയാമായിരുന്നു. മിസ്റ്റേക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യും. സോറി. ഓക്കെ, സോറി. ഞാനങ്ങ് പെട്ടെന്ന് ക്ലിയർ ചെയ്തോ? ഫിനിഷ്. ഓക്കെ, പോയിരുന്നാട്ടെ. നേരത്തെ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നേ, അത് ക്ലിയർ ചെയ്ത് പുള്ളിക്കത് മനസ്സിലായി. ഇതെന്തുവാണ് ഇത്? അത് അടിവര. താൻ ഇതിടാനാണോ വന്നേ? എടോ, താൻ ഈ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്കറിയാവോ? കണ്ടംപററി. ഇവനൊക്കെയാണോ ദൈവമേ? മത്തിയുടെ ഇംഗ്ലീഷ് അറിയാവോ എനിക്ക്? പിന്നെ എന്തുവാ? ഒമാൻ മത്തി. ഇത് ഞാൻ മായച്ച കളയുവാണ്. ഇത് ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് കണ്ടാൽ എനിക്കാ നാണക്കേട്. ഇവിടെ ശ്രദ്ധിക്ക്, ഇതെങ്കിലും ഒന്ന് ശരിയാക്കണം. സിമ്പിളാണ്, ഇതൊരു ഡാഷ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് വായിച്ചേ. They dash play football. ഈ ഡാഷിന്റെ അവിടെ എന്ത് വരും? ഞാൻ ഓപ്ഷൻസ് വരെ തന്നിട്ടുണ്ട്, ഇതെങ്കിലും കറക്റ്റ് ആക്കണം. They dash playing football എന്ത് വരും? Is, was, are. പറയ്. ആർ. എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? സർ, ദേ ആണല്ലോ, അപ്പം ദേ നമ്മളിങ്ങനെ കണക്ക് കൂട്ടും. ദേ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. സുഖമില്ല, ഒരു സുഖമില്ല. ദേ വാസ് പ്ലേയിങ് ഫുട്ബോൾ ഒപ്പിക്കാം, പക്ഷെ അതിനും ഒരു രസം കിട്ടുന്നില്ല. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അപ്പോൾ ആ സെന്റൻസിനെല്ലാം ഒരു ഇളക്കമുണ്ട്. അപ്പോൾ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ കറക്റ്റ് ആയിരിക്കും.
അപ്പൊ ഇങ്ങനെ ഗുമ്മു വെച്ചാ ഫില്ല് ചെയ്തത്. അത് മാത്രമല്ല നമ്മൾ ആ ഗ്യാപ്പ്, ആ ഡാഷിന്റെ ഗ്യാപ്പും നമുക്ക് എഴുതാനുള്ള ആ ലെറ്റേഴ്സും വെച്ച് നോക്കുമ്പോൾ ഏതിനാണോ കറക്റ്റ് ലെറ്റർ വരുന്നത് അങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. ഈ ഡാഷ് വെച്ചിട്ടാ. അപ്പൊ ഇപ്പോഴോ? അപ്പം ചിലപ്പം ഈസ് കയറും, ഈസ് കയറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വാസ് കയറാൻ ചാൻസ് ഉണ്ട്. ഈസ് ആയിരിക്കും കയറുന്നത്. ഈസേ കയറത്തുള്ളൂ. താങ്ക് യു. അറ്റ്ലീസ്റ്റ് നമുക്ക് പാസ്റ്റ് ടെൻസ് എങ്കിലും ഒന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങളൊക്കെ ജോലി ചെയ്യാൻ പോവല്ലേ? തീർച്ചയായിട്ടും. തലേന്ന് നടന്നതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കേണ്ടി വരും ചില സമയത്ത് അല്ലേ? അപ്പം തലേന്ന് നടന്നത് ഇല്ലെങ്കിൽ മുൻപ് നടന്ന കാര്യങ്ങളെ എങ്ങനെ പറയാം എന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ? ടീച്ചറെ, എന്തായിരിക്കും പാസ്റ്റ് ടെൻസിൽ? പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വാക്കിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? ഈഡി ചേർക്കും. ഓക്കെ, ദെൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്ത് പറയും? ഇഡി വർക്ക്. ഇഡി വർക്കോ? അല്ല, ഇഡി ചേർക്കണ്ടേ? ഇഡി വർക്ക്. എടോ, ഇഡി ചേർക്കേണ്ട മുൻപല്ല, വർക്കിന് ശേഷം ചേർക്ക്. വർക്ക് ഇഡി. എടോ, വർക്ക് ഇഡി അല്ല, വേർഡ്. അപ്പൊ വർക്കിന്റെ പാസ്റ്റ് ടെൻസ് വന്നപ്പോ എന്തായി? വാട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്ലേ. ഓക്കെ, അപ്പൊ വിസിറ്റ് വരുമ്പോൾ ഡ്രൈവർ പറ. അറൈവ് വരുമ്പോൾ അറൈവഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈടി ചേർത്തല്ലോ. ശരി, സ്ലീപ്പ് വരുമ്പോഴോ? തെറ്റ്. സ്ലീപ്പ് വരുമ്പോൾ സ്ലെപ്റ്റ് എന്നേ വരത്തുള്ളൂ. ഇതിൽ കൂടെ എന്ത് മനസ്സിലാക്കാം? ഇഡി എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് ബ്യൂട്ടിയാണ്, അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജും ആണ്, ശ്രദ്ധിക്കണം. അപ്പം സ്ലീപ്പ് വന്നപ്പോ എന്ത് വന്നു? സ്ലെപ്റ്റ്. ഓക്കെ, അപ്പോ കമ്മ് വരുമ്പോ എന്ത് വരും? കംറ്റോ. എടോ, കെയിം. ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസമുണ്ട്. എന്ത് സാറേ ഇത് തല പോയത്? സാർ എന്ത് മാറ്റി തിരിച്ചൊക്കെ രണ്ട് തന്തയ്ക്ക് വെറുതെ വർത്താനം പറയുന്നത്? എടോ, അത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല, ഇത് ഇംഗ്ലീഷ് ഭാഷയുടെ നിയമം ഇങ്ങനെയാണ്, അത് മനസ്സിലാക്ക്. അപ്പൊ കമ്മ് കെയിമ്. മനസ്സിലായില്ലേ? കമ്മ് കെയിമ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഗോ എന്തായിരിക്കും? ഗോഡോ? ഗോണ്ടോ? ഗ്ലന്റ്. അല്ലടേ, ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് ഭാഷ കോംപ്ലിക്കേഷൻ. വെന്റാണ് ഗോയുടെ പാസ്റ്റ്. എന്തുമായത് സാറേ? ഗോയും വെന്റും തമ്മിൽ യാതൊരു ബന്ധവും, ഒരു അക്ഷരത്വം പോലും ഇല്ലല്ലോ അതിനകത്തെ. നിങ്ങളിപ്പോ എന്നെ വിളിക്കുന്ന കരുതാൽ എങ്ങനെയാ? ഇത് സംഭവം ഇങ്ങനെയാണ്. അതെങ്ങനെയാ? എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല അതെങ്ങനെയാ. പക്ഷെ ഗോയുടെ പാസ്റ്റ് ഇപ്പൊ എന്തുവാ? ഇതുപോലത്തെ കോംപ്ലിക്കേഷൻസ് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഫോർ എക്സാമ്പിൾ, ലുക്ക്, ഇതൊന്ന് വായിച്ചേ. അവർ. പക്ഷെ ഞാൻ ഇതിനു മുൻപിൽ ഒരു എസ് ഇട്ടു, അപ്പോൾ ഇതെന്ത് വായിച്ചു? സവറോ? സോയൂറോ? എടോ പോടാ, എഴുന്നേറ്റ്. എസ് വന്നപ്പോൾ ഇത് സോറായി. സോർ. ഇനി ഈ എസ് ഞാനങ്ങ് മാറ്റി, എന്നിട്ട് ഒരു ടി ആഡ് ചെയ്തു, അപ്പൊ എന്ത് വായിക്കും? എടോ, ടൂർ. എന്തോ സാറേ ഇത്? മുമ്പേ അവർ എസ് ചേർത്തപ്പോണ്ട് സോർ, ഇപ്പൊ ടി ചേർത്തപ്പോണ്ട് ടൂർ. അക്ഷരം മാറ്റി കളിക്കുന്നു മതി. നീ കാര്യം വലിച്ചിട്ട് ചോദിക്കുമോ? താൻ എന്നോട് ചൂടായിട്ട് കാര്യം എന്തുവാ? ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വല്ലാത്ത ലാംഗ്വേജ് ആണ്. ഇത് വല്ലാത്ത ലാംഗ്വേജ് ആണ്. ഇത് ഞങ്ങൾ പറ്റത്തില്ല, ഇത് നീട്ടാൻ പറ്റത്തില്ല. ഇത് പഠിക്കാൻ ഇച്ചിരി കട്ടിയാ, പക്ഷെ നല്ലതാ. ഓക്കെ, ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, കാണിക്കട്ടെ? ഇനിയുണ്ടോ? സിമ്പിൾ ആണ്. ഇതെന്താണ്? വൺ. ONE. സംശയമില്ലല്ലോ. അപ്പോൾ ഒരു ബി ആഡ് ചെയ്തപ്പോൾ ഇതെന്താണ്? വണ്ണോ? ഞാൻ പറഞ്ഞില്ലേ, ശ്രദ്ധിക്ക്. ബോൺ. അപ്പോ ഒരു ബി വന്നപ്പോ എന്തായി? ബോൺ. ഇത് മാറ്റിയേ, എന്നിട്ട് ഇവിടെ ഒരു ഇസഡ് ചേർന്നപ്പോൾ എന്തായി? സണ്ണോ? സാറേ, ഈ സണ്ണിന്റെ സോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഞാൻ 2 ദിവസം മുമ്പ് അഴീക്ക് ബീച്ചിൽ പോയത്. അപ്പൊ അവിടെ വെച്ച് മറാമ കൊച്ചിനെ കണ്ടു. അപ്പൊ ഞാൻ ഈ കാനഡയിൽ പോകാനുള്ള റിപ്പോർട്ടിന് വേണ്ടി ഞാൻ കൊച്ചിനടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊച്ചെന്നെ ഒരു വാക്ക് പറഞ്ഞു, സൺ ഓഫ് എ ബീച്ച്. അതായത് കടലിന്റെ മകൻ എന്നാണോ അർത്ഥം?
ആക്ച്വലി ഇതിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അത് എന്നെ പേഴ്സണലി വന്ന് കണ്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മറ്റു ഡൗട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അതെ സാറേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു നേപ്പാളി ജോലിക്ക് പോയെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓൺ അടിച്ചെന്ന് പറഞ്ഞില്ലയോ, അപ്പോൾ അയാൾ എന്നോട് ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ് ഡൗട്ട്സ് ചോദിക്കും. നല്ലതാ, ഡൗട്ട്സ് ചോദിക്കും. നല്ലതാ. ഒരു ഓഫ് വെച്ചിട്ടാ പുള്ളി പറഞ്ഞേ. സ്വിച്ച് ഓഫ് എന്നോ? അല്ലല്ല ഫോൺ ഓഫ് ചെയ്യാനാണ്. അല്ലല്ല ടേക്ക് ഓഫ്, ഒരു എഫ് വെച്ചിട്ടാ. ഫാൻ ഓഫ്. അല്ലല്ല, ഫാൻ ഓഫ് അല്ല. ആദ്യത്തെ എഫ്. അത് വിട്. നമ്മൾ അത് പിന്നെ സംസാരിക്കാം. താനും എന്നെ പേഴ്സണലി വന്ന് കാണും, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നല്ല ഡൗട്ട്സാ, രണ്ടുപേരും നല്ല ഡൗട്ട്സ് ആയിരുന്നു. രണ്ടുപേരും പേഴ്സണലി എന്നെ ഒന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. അപ്പം നമുക്ക് കുറച്ച് ഫുൾ ഫോംസ് പഠിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഫുൾ ഫോംസ് ഉണ്ട്. ഓക്കെ, OTP. എന്താണ് OTP? ഒറ്റപ്പാലം. എടോ, OTP എന്താണോ? സ്ഥിരം ഫോണിൽ വരുന്നതല്ലേ ആമസോണിൽ നിന്നൊക്കെ സാധനം മേടിക്കുമ്പോൾ. 4 നമ്പർ. അതെന്താ OTP? എന്തുവാ സാറേ? 4573. എടോ ഇറങ്ങിപ്പോളോ. എടോ, OTPയുടെ ഫുൾ ഫോമാണ് ഞാൻ ചോദിച്ചത്. മെസ്സേജ് അല്ലേ? OTP എന്ന് വെച്ചാൽ വൺ ടൈം പാസ്വേഡ്. മനസ്സിലായോ? വൺ ടൈം പാസ്വേഡ്. അതാണ് നിങ്ങൾക്ക് വരുന്ന OTP. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ, നെക്സ്റ്റ്. SMS. എന്താണ് SMS? സോമൻ മെസ്സേജ് സരിത. കൊച്ചിതുവരെ ഈ സോമനെ വിട്ടില്ലേ? എടോ, ഷോർട്ട് മെസ്സേജ് സർവീസ്. വേറൊരു സാധനമുണ്ട് 90s മറക്കാൻ പറ്റാത്തത്. 5 രൂപ മുടക്കി നമ്മൾ അയച്ചുകൊണ്ടിരുന്നതാണ് MMS. ഹിന്ദി പടം. എടോ, എഴുന്നേറ്റ് പോടോ. തുണ്ടുപടമൊക്കെ കണ്ടിട്ട് വന്നിട്ട്. എടോ, ഇതിന്റെ ഫുൾ ഫോമാണ്. MMSന്റെ ഫുൾ ഫോം ആണ് ഞാൻ ചോദിച്ചത്. മംഗലത്ത് മോട്ടോർ സർവീസ്. അത് കറക്റ്റല്ലേ? ഓരോ നിറയുമ്പോഴും. ക്ലാസ്സിലിരുന്നാണോ ഫോൺ യൂസ് ചെയ്യുന്നത്? ക്ലാസ്സിലിരുന്നാണോ ഫോൺ യൂസ് ചെയ്യുന്നത്? സാറ് പഠിപ്പിര്. ഞാൻ പഠിപ്പിക്കുമല്ലേ. ഇവിടെ ശ്രദ്ധിക്കൂ. പഠിപ്പിര്. ഇനി നമുക്ക് മറ്റൊരു സാധനം പഠിക്കാം. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, well guys, what happened? Any doubts? I think നിങ്ങൾക്ക് എന്തോ ഡൗട്ട് ഉണ്ട്. നമുക്ക് അതിനു മുമ്പായിട്ട് നെക്സ്റ്റ് കണ്ടന്റിലേക്ക് പോകാം. കണ്ടന്റ് അല്ല, കോണ്ടന്റ്. യെസ്, കോണ്ടന്റ് ഈസ് റൈറ്റ്. എല്ലാവരും പറഞ്ഞേ കോണ്ടന്റ്. സാറേ, സാറിന്റെ ഈ ഏജൻസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? ഹെഡ്ക്വാർട്ടേഴ്സ് കാനഡ, ടൊറന്റോ. ടൊറന്റോയിൽ എവിടാ? ലുലു മാളിന്റെ അടുത്ത്. ടൊറന്റോ ലുലു മാളിന്റെ അടുത്ത്. ടൊറന്റോയിൽ ലുലു മോളോ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഏതാ ടൊറന്റോ ലുലു മാൾ പറ്റത്തില്ല. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് യൂസ് ഓഫ്. ഓക്കെ, അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. യെസ്, ഡൗട്ട്സ് ഈസ് ഗുഡ്. പറ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ എപ്പ തരും? ഐ ആൾറെഡി ടോൾഡ് യു, ഈ ക്ലാസിന്റെ പൈസ തിരിച്ചു തരത്തില്ല. ക്ലാസിന്റെ മാത്രമല്ല, ഞങ്ങളെ കാനഡയെ കൊണ്ടാവെന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത പൈസ എപ്പ തരും? ഐ തിങ്ക് യു പീപ്പിൾ ആർ മിസ്അണ്ടർസ്റ്റാൻഡിങ് മീ. നീ തെരണ്ടിവാലിന് അടി കിട്ടിയിട്ടുണ്ടോ? നോ, ആക്ച്വലി ഐ എം എ വെജിറ്റേറിയൻ. യെസ്. തെരണ്ടിവാലിന് അടി കിട്ടിയിട്ടില്ലെങ്കിൽ ലാത്തയ്ക്ക് മിക്കവാറും അടി കിട്ടും. ഫണ്ണി ടീച്ചർ. പന്നി കാണാ. കേരള പോലീസ് വിട്ട ലുക്കൗട്ട് നോട്ടീസാ നിന്റെ പടം. ലൈസൻസ് ഇല്ലാത്ത ഏജൻസി വിറ്റ് നാട്ടുകാരെ പറ്റിക്കുന്നോടാ തെണ്ടി. എടാ, നാശം പിടിച്ചവരാ നീ. ഒറ്റ ഒരുത്തം കാരണം 2 കണ്ടെയ്നർ മത്തിയാണ് എന്റെ ഹാർബറിൽ കിടക്കുന്നത്. അറിയാമോ? നീ ഇന്ന് മത്തിക്ക് തീറ്റയാകൂടാ. ഇവന്റെ മത്തിയുടെ ഒരു ലോഡ് വണ്ടിയായിട്ട് നിന്റെ നെഞ്ചത്തൂടെ കയറുന്നത് നിനക്കറിയാമോ എങ്ങനെയാണ്? നിന്റെ ഉച്ചയിൽ ഞാൻ കുലിക്കടിക്കട്ടെ? വേണ്ട. വേണ്ട. നിങ്ങൾ എല്ലാവരും ഇവനെ ശരിയാക്കി വരുമ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ അറിവ് വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4 പേർക്കും ഇംഗ്ലീഷിന്റെ ക്ലാസ് ഞാൻ എടുക്കും. മാസ് കാണിക്കാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. This is not mass, this is a cruel. ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തത് കറക്റ്റ് ആയിരുന്നു.
കിട്ടി 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 കിട്ടി. ഇംഗ്ലീഷ് പഠിപ്പിച്ചൊക്കെ കിട്ടിയായിരുന്നല്ലോ. ആ നേപ്പാളുകാരൻ പറഞ്ഞ ഓഫ് കുട്ടിയുള്ള വാക്ക് എനിക്ക് കിട്ടി. എന്താ? എന്നോടൂടെ പറയാമോ? നിന്നോട് പറയാൻ തന്നെ ഉള്ളതാണ്. എന്താ?